ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ്. മെജോറിറ്റി മാർക്കറ്റുകളൊന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പൊതുവേ ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കും അത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും ധാരാളം സ്റ്റോക്കുകൾ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ S&P 500 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. നാസ്ഡാക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 12.28 വെള്ളിയാഴ്ച S&P 500 വിക്സ് വെള്ളിയാഴ്ച അമേരിക്കയിൽ ക്ലോസ് ചെയ്തത്. അതിന് മുമ്പത്തെ ദിവസം 12.19 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റി തന്നെയാണ്. എന്നിരുന്നാലും ഒരു സ്റ്റേബിൾ ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യൂറോപ്പിലൊരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ ചൈന വീക്കായിരുന്നു. മറ്റുള്ള മാർക്കറ്റുകളൊക്കെ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. നമ്മൾ വീണ്ടും പുതിയ റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച. അതോടൊപ്പം തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കമോഡിറ്റി $2033.8 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ $2036 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2023 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്ന $76.25 പെർ ബാരലിനായിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $76.84 പെർ ബാരലിനാണ്. മെറ്റൽസ് എല്ലാം തന്നെ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നൊരു മിക്സഡ് ട്രെൻഡാണ്, പക്ഷേ മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തന്നെയാണ് വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ SIP ഇൻഫ്ലോ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, മറ്റു സ്കീമുകളിലുള്ള ഇൻഫ്ലോ ഒക്കെയാണ് മാർക്കറ്റിൽ വളരെ സ്ട്രെങ്ത് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലും നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള Q2 റിസൾട്ടുകൾ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ച സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ബൈയിങ് ലോവർ ലെവലിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അഡാനി ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂവിന് ശേഷം ഫണ്ട് റേസിംഗ് പ്ലാനൊന്നും വലിയ രീതിയിൽ അവർ നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓവറോൾ എല്ലാ കമ്പനികൾക്കും വേണ്ടിയുള്ള റോഡ് ഷോസൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പല സിറ്റികളിലും. ഇത് സൂചിപ്പിക്കുന്ന അഡാനി വലിയ രീതിയിലുള്ള ഫണ്ട് മൊബിലൈസേഷന് പോവുകയാണ്. ഗ്രീൻ എനർജി രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇനി മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ FTSE ഇൻഡെക്സ് വെയിറ്റേജ് ഈ മാസം വീണ്ടും കൂട്ടാണ്. ഇനി അടുത്ത 2024 മാർച്ചിലും കൂടി കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് ഇൻഫ്ലോ HDFC ബാങ്കിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. വോഡാഫോൺ ഐഡിയ അവരുടെ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് സെല്ല് ചെയ്യുന്നതാണ് പറയുന്നത്. 5G എക്സ്പാൻഷന് വേണ്ടിയാണ്. ഇത് സ്ലൈറ്റ്ലി ബെറ്റർ ന്യൂസാണ് വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഗ്രീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോലൈസർ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഈ ഇലക്ട്രോലൈസർ വളരെ ആവശ്യമാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതിന് ഗവൺമെൻറ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം ബിഡ്സ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ BHEL, റിലയൻസ്, അതുപോലെ തന്നെ അഡാനി ന്യൂ ഇൻഡസ്ട്രീസ്, L&T ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ബിഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം വാരി എനർജി ഉണ്ട്. വാരിയുടെ മറ്റ് 2 കമ്പനികൾ ലിസ്റ്റഡ് ആണ്. വാരി എനർജിയുടെ IPO ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ജിൻഡാൽ ഉണ്ട്, അതുപോലെ തന്നെ IOC ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ഇലക്ട്രോലൈസറിന് വേണ്ടി ബിഡ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ഹൈഡ്രജനിൽ BPCL ഉണ്ട്, ടോറൻറ്റ് പവർ ഉണ്ട്, റിലയൻസ് ഉണ്ട്, അഗെയിൻ അതുപോലെ തന്നെ IOC ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളും ഗ്രീൻ ഹൈഡ്രജന് വേണ്ടി ബിഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് വരാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ വാട്ടർവേസ്
ബേസിൻ്റെ എക്സ്പാൻഷൻ വലിയ രീതിയിലാണ് ഗവൺമെൻറ് പ്രൊപ്പോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം 16% ഇയർ ടു ഇയർ ഗ്രോത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാട്ടർ വേസിൽ കൂടെ പോകുന്ന ബോട്ടുകളും അതുപോലെ തന്നെ കണ്ടെയ്നറുകളൊക്കെ നിർമ്മിക്കുന്നതിൽ പ്രമുഖ സ്ഥാനം കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെ താഴെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും ഭയം കാണാനുള്ള സാധ്യതകളുണ്ട്. ബാറ്റയ്ക്ക് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്, അവർ ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. കാരണം ഇതുവരെ അഫോർഡബിൾ ഫുട്വെയറിൻ്റെ രംഗത്താണ് ബാറ്റ പ്രമുഖമായിരുന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കടക്കുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. KPIT ടെക്നോളജി സോഡിയം അയോൺ ബാറ്ററി ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് കമ്പനിയാണ് ഇന്ത്യയിൽ ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേൾഡിലത്തെ 4th ലാർജസ്റ്റ് കമ്പനിയുമാണ്. സോഡിയം അയോൺ ബാറ്ററികൾ പ്രപ്പോസ് ചെയ്യുന്നത് ലിഥിയം അയോൺ ബാറ്ററിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. 30% കോസ്റ്റ് കുറയും, അതുപോലെ തന്നെ ചാർജിങ് ടൈം പകുതിയെ വേണ്ടൂ. ഇതൊക്കെയാണ് ഇതിലുള്ള ഗുണങ്ങൾ. തീർച്ചയായിട്ടും KPIT EV രംഗത്ത് എന്നും മുന്നിട്ട് നിൽക്കുന്നൊരു കമ്പനിയാണ്. ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ഹിൻഡാൽക്കോ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഹിൻഡാൽക്കോ. അവർ EV രംഗത്ത് വലിയ രീതിയിൽ എൻട്രി ചെയ്യാണ്. അപ്പോൾ അടുത്തായിട്ട് അവർ റെയിൽവേ രംഗത്തേക്ക് കടന്നിരുന്നു, ഒപ്പം EVയിലും വരികയാണ്. അപ്പോൾ ഒരു വലിയ ഒരു പ്ലാനുകളാണ് ഹിൻഡാൽക്കോനെ സംബന്ധിച്ചുള്ളത്. അടുത്ത വർഷങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഹിൻഡാൽക്കോ. മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ടെമ്പിൾട്ടൺ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അസറ്റ് മാനേജ്മെൻ്റ് ഒക്കെ പറയുന്നത് 2024 ഇന്ത്യ, ഇന്തോനേഷ്യ അതുപോലെ തന്നെ കറൻസി സെഗ്മെൻറ്റിൽ ജാപ്പനീസ് yen ഒക്കെയാണ് വലിയ രീതിയിൽ മുന്നേറാൻ പോകുന്നതാണ്. ഇന്ത്യയിലെ ബാങ്കിങ് NBFC സ്റ്റോക്കുകളെയാണ് ഇവരൊക്കെ ഫേവർ ചെയ്യുന്നത്. കാരണം ഡൊമസ്റ്റിക് കൺസംഷനാണ് ഏറ്റവും പോസിറ്റീവായിട്ട് അവർ ഇന്ത്യയിൽ കാണുന്നത്. അപ്പോൾ ഓവറോൾ ഈ ന്യൂസുകളൊക്കെ പോസിറ്റീവാണ്. എന്നിരുന്നാലും നമ്മളൊരു കോഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മാർക്കറ്റ് ഹൈ പിയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ ആഴ്ചയിൽ ധാരാളം IPOകളുണ്ട്. മോട്ടിസൺ ജുവല്ലറി ഉണ്ട്, അതുപോലെ തന്നെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ഉണ്ട്, ഹാപ്പി ഫോർജിങ്സ് ഉണ്ട്, അസാദ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രൈഡൻ ടെക് ലാബ് ഉണ്ട്, ഇന്നോവ ക്യാപ് ടാബ് ഒക്കെ ഉണ്ട്. നല്ല ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ ഉണ്ട് ഈ സ്റ്റോക്കുകളിൽ. IPOയിൽ അപ്ലൈ ചെയ്യുന്ന നിക്ഷേപകന് സെലക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാവുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് NSE സെഗ്മെൻറ്റിൽ വരുന്ന NSE SME സെഗ്മെൻറ്റ് വരുന്ന ട്രൈഡൻ ടെക് ലാബ് 35 രൂപയാണ് ഇഷ്യൂ പ്രൈസ്, 4000 ക്വാണ്ടിറ്റി. ഇപ്പോൾ ഓൾറെഡി പ്രീമിയം ഗ്രേ മാർക്കറ്റ് 28 രൂപ പെർ ഷെയർ ഉണ്ട്. ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പം മറ്റ് സ്റ്റോക്കുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. മുത്തൂറ്റ് മൈക്രോ ഫിനാൻസും 70-80 രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട്. അപ്പോൾ ഒരു 5-6% ഈസി ആയിട്ട് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഇനി സോവറിൻ ഗോൾഡ് ബോണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുത്തിട്ടുള്ളതാണ്. ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്കീമാണ് ഗോൾഡ് ബയേഴ്സിന് വേണ്ടി. 8 വർഷമാണ് ഇതിൻ്റെ കാലാവധി. ഈ വർഷത്തെ 3ാമത്തെ ട്രാൻച്ച് ഇന്ന് സെല്ലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 6199 രൂപ പെർ ഗ്രാമാണ്. അപ്പോൾ 3 ദിവസമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ലോങ് ടേമിൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിക്ഷേപിക്കാവുന്നതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. അതായത് ബാങ്കുകളിൽ കൂടെ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ട്രാൻച്ച് കൊടുത്തത് 2684 പക്ഷേ റിഡീം ചെയ്യുന്നത് കഴിഞ്ഞ നവംബർ 30 6132 രൂപയ്ക്കാണ്. എവറി ഹാഫ് ഇയർ 2.5% ഇൻട്രസ്റ്റും ഗവൺമെൻറ് അതാത് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ട്രാൻച്ചിൽ 152% ക്യുമുലേറ്റീവ് റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് ഈ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. ഇന്ന് നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു വീക്ക് ഓപ്പണിംഗ്, സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് വന്നേക്കാം. ഒപ്പം വൊളാറ്റിലിറ്റി ഉണ്ടാവാം, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്മൂവ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.